ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ അവളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നതില്ലേ, ഇന്ന് ചോറെല്ലാം ഇല്ലേ, ഓരോ ദിവസത്തെ മുമ്പത്തെ ചോറെല്ലാം ഉണ്ടെങ്കിൽ കളിയണ്ട, ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി. ഇത് നമ്മൾ ഇപ്പോൾ ഇന്ന് വെച്ചെങ്കിൽ ഇന്ന് ഉച്ചക്ക് വേവിച്ചിട്ടായിട്ട് ബാക്കിയുണ്ടെങ്കിലേ പിന്നെ ഒരു രാത്രിയോളം ഇതിനെ വെച്ചേക്കാതെ വൈകിട്ട് തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബോക്സിലാക്കിയിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ പിറ്റേ ദിവസം നമുക്ക് നല്ല പോലെ തിളപ്പിച്ചിട്ട് പാത്രത്തിൽ നല്ല ചോറാക്കിയിട്ട് ഇപ്പോൾ വെച്ച പോലത്തെ ചോറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനില്ലേ, ഇപ്പോൾ ഈ ചട്ടിയിൽ പകുതി വെള്ളം ഒഴിച്ചാൽ മതി, ഫുള്ളൊഴിക്കണ്ട. ഇപ്പോൾ ഫുള്ളൊഴിച്ചെങ്കിലേ ഇപ്പോൾ ചോറിടുന്ന ആൾക്ക് വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരുന്നല്ലേ, അതിനെ കൊണ്ട് അതിന് പകുതി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അങ്ങനെ അവിടെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടായിട്ട് ഇനി ചോറ് കവണ്ടേ നമുക്ക്, ഇനി ചോറ് കൈയിട്ടെടുക്കാം. അപ്പോൾ ഇതിനില്ല ചോറിനില്ല നല്ല പോലെ കൈയിട്ടെടുക്കണമെന്നില്ലെങ്കിൽ ഞൗണ്ടിയിട്ടൊന്നും കവണ്ട. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇല്ല, അതിങ്ങനെ ഒരു 4 പ്രാവശ്യം അങ്ങനെ ഇളക്കിയിട്ടായിട്ട് അങ്ങനെ കൈയിട്ടെടുക്കുക. ഇങ്ങനെ ഞൗണ്ടിയിട്ടൊന്നും എടുത്തിടണ്ട, ഞൗണ്ടിയിട്ടെടുത്തെങ്കിൽ ചോറ് തന്നെ പോവും. അപ്പോൾ അതിങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ കൈയിട്ടെടുത്തിട്ടായിട്ട് പിന്നെ അത് ഞാൻ കൈ വെച്ചിട്ട് കാണുന്നില്ലേ, ഇങ്ങനെ കൈ വെച്ചിട്ട് ഊറ്റണം. കൈ വെച്ചിട്ട് ഊറ്റുന്നതിനല്ലെങ്കിൽ ചോറെല്ലാം താഴെ പോവാതിരിക്കാൻ. അപ്പോൾ താഴെ പോകുന്നതിനും വേണ്ടിയിട്ടാണ് കൈ വെക്കുന്നത്. അപ്പോൾ നമ്മളെ കൈക്ക് പോവല്ല ആ ചോറെല്ലാം ഇപ്പോൾ ഊറ്റുമ്പോൾ. അങ്ങനെ ഇങ്ങനെ ഞാൻ കൈ വെക്കുന്ന കാണിക്കുന്നില്ലേ, അങ്ങനെ വെച്ചിട്ട് ഊറ്റിയിട്ട് എടുക്കണം. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഊറ്റിയിട്ട് എടുക്കണം. ഇതാ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഊറ്റണം. അപ്പോൾ ഒരു 4 പ്രാവശ്യം ഞാൻ കൈയിട്ടെടുത്തിന്. ഇനി ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് അതിൽക്ക് ഇപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് ചൂടായിട്ട് വരുന്നുണ്ട്. നല്ല തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഓരോരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചോറെല്ലാം ബാക്കിയുണ്ടെങ്കിൽ കളിയാതെ ഇല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കണം. എന്തൊരു മണം ഒന്നും വരുന്നില്ല. അത് രാത്രിയോളം വെച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് മണമല്ല വരുന്നത്. ഇപ്പം ഇങ്ങനെ നമുക്ക് ഉച്ചക്ക് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ ഒരു മണവും വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കുന്ന അറിയോ, തൈര് കുടിക്കുന്നുണ്ട്. തൈര് ഉണ്ടാനി അങ്ങനെ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് തൈര് കുടിക്കുന്നു. അപ്പം ഞാൻ ഐസ്ക്രീം തിന്നുന്ന പോലെ തൈര് കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഐസ്ക്രീമിനായിട്ടും ടേസ്റ്റ് ഉണ്ട് തൈര് ഇങ്ങനെ കുടിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട്. ഇത് പുളിയില്ലാത്ത തൈര്, ഇതിനെ കൊണ്ട് നല്ല പാങ്ങുണ്ട്. എന്താ ഞാൻ കുടിക്കുന്നുണ്ട്. ഇത് മോര് പോലെ കുടിക്കുന്നല്ല, ഗട്ടിയുള്ളതല്ലേ, അതിനെ കൊണ്ട് ഐസ്ക്രീം തിന്നുന്ന പോലെ തിന്നുന്നുണ്ട് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടം ഇത് നല്ല ഉണ്ട്. ഞാൻ മോക്ക് വേണ്ടാന്ന് കേട്ടിട്ടാകുമ്പോൾ മോള് വേണ്ടാന്നില്ലേ, അപ്പോൾ ഞാൻ എന്താക്കുന്നത് ഐസ്ക്രീം തിന്നുന്ന പോലെ ഫുള്ള് തിന്നുന്നുണ്ട്. അതിൻ്റെ അടുക്ക് നല്ല ഉണ്ട് ആക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം തിന്നിട്ടായി. നിങ്ങൾ തിന്നുന്ന കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ഒന്ന് ആ പുളിയില്ലാത്ത തൈര് വാങ്ങിയിട്ടില്ലേ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിന്നിട്ട് നോക്ക്, നല്ല പാങ്ങുണ്ട്. അപ്പോൾ എല്ലാം തിന്നിട്ടായി. ഇനി നമുക്ക് ചോറിൻ്റെ പണീൻ്റെ അടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ തുറന്നിട്ട് നോക്കുമ്പോൾ തളിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ഇളക്കി കൊടുത്തിട്ടായിട്ട് ആദ്യം ഞാൻ മൂടിയിട്ട് വെച്ച്. ഇത് നല്ല ചോറ് കണ്ട ഒറ്റോറ്റായിട്ടുണ്ടല്ലോ, എന്ത് മുദ്ദ കെട്ടിയിട്ടൊന്നുമില്ല, നല്ല ഒറ്റോറ്റായിട്ടുണ്ട് ചോറ്. അപ്പോൾ ഞാൻ അത് തളിച്ചിട്ടില്ല, തിളക്കാത്തത് കൊണ്ട് ആദ്യം ഞാൻ മൂടിയിട്ട് വെച്ച്. അപ്പോൾ ഇനി തളിച്ചിട്ടായിട്ട് നോക്കാം. ഇതാ ഇപ്പം നല്ല പോലെ തളിച്ചിട്ട് വന്നില്ല. നല്ലോണം തിളക്കണ്ട,
ഇത് ഇപ്പം കറക്റ്റ് തളിച്ചത് ഇങ്ങനെ തളിച്ചെങ്കിൽ മതി. ഇങ്ങനെ തളിച്ചിട്ടായിട്ട് നമുക്ക് ഇതിനെ ബാർക്കാം. ഇത് ബാർക്കുന്ന എങ്ങനെ നോക്കിക്കോ. ഇത് ഞങ്ങൾ അടുക്കോര, ഇതാണ് അടുക്കോര. ഇവിടെ കാസർഗോഡ് ഇതിന് അടുക്കോര എന്ന് പറയും. ഇത് അടിച്ചട്ടി, ഇത് തിടുപ്പ്. ഇപ്പം തിടുപ്പിൻ്റെ മുകൾക്ക് അടിച്ചട്ടി ഇങ്ങനെ വെക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ബാർക്കാം. ഇപ്പോൾ ഇതാ ചട്ടിയിലേക്ക് വെച്ചിട്ടായിട്ട് ഇതാ തിടുപ്പ് വെച്ച് അതിൻ്റെ മുകൾക്ക് അടിച്ചട്ടി വെച്ച് അത് വെച്ചിട്ടായിട്ട് ഇത് ഇങ്ങനെ വാർക്കുന്ന. ഞങ്ങളവിടെ കാസർഗോഡെല്ലാം ഇങ്ങനെ വാർക്കുന്ന. ഇപ്പോൾ വേറെല്ലാം ഫാഷനിലാക്കിന്. ഇത് മുമ്പ് ഇങ്ങനെ തന്നെ വാർത്തുകൊണ്ടുണ്ടായത്. ഇതിങ്ങനെയാണ് വാർക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വെക്കണോ. ഇങ്ങനെ പൊടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കണം വെള്ളമെല്ലാം ഊറാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വെക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ പൊടിച്ചിട്ട് നിന്നിന്. ഇനി നമുക്ക് ഇളക്കാം, അങ്ങനെ വെക്കാം. ഇതാ ഇപ്പം ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കണം. ഇങ്ങനെ പൊടിച്ചിട്ട് 5 മിനിറ്റ് നിൽക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം. അതിൻ്റെ അടുക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനെല്ലാം പെരക്കിയിട്ട് വെച്ചിന്. മുളെല്ലാം പെരക്കിയിട്ട് എല്ലാം വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇടുന്നതിന് മുന്നേ തന്നെ ഇല്ലേ, ഈ എണ്ണക്ക് കുറച്ച് കറിച്ചപ്പല പിന്നെ 2-3 മോളിനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പാങ്ങാന്നിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഈ ചിക്കനില്ലേ കാഞ്ഞിട്ട് വരുമ്പോൾ ഇല്ലേ നല്ല പാങ്ങുണ്ട്. ഈ കറിച്ചപ്പലിൻ്റെ മുളകിൻ്റെ എല്ലാം ഫ്ലേവറില്ലേ നല്ല ഇതിലേക്ക് പൊടിച്ചിട്ട് നല്ല പാങ്ങാണ്. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡ് ആട്ട്. അപ്പോഴേക്ക് നമ്മളെ ഈ ചോറ് എന്തായിന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചോറ് വാർത്തിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. എന്താ ഇപ്പോൾ ഇത് റെഡി ആയിന്. ഇനി ഇതിനെ നിർത്തി കൊടുക്കാം. ഇങ്ങനെ നിർത്തണോ, നിർത്തിയിട്ടായിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഉള്ളതിനെ ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് ഇടണം. എന്നിട്ട് ഇതിലുണ്ടതിനെ തട്ടി കൊടുത്തിട്ട് അതിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ചോറ് കണ്ട നല്ല ചോറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോറെല്ലാം ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ പിറ്റേ ദിവസം ഇങ്ങനെ വാർത്തിട്ട് വേവിച്ചെങ്കായി. ഇപ്പം ഞാൻ കാണിക്കുന്ന പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന നല്ല ചോറ് കണ്ട. എന്താ നല്ല ഒറ്റ ചോറ്, എന്തായിട്ടില്ല, നല്ല മണവുമില്ല എന്തുമില്ല, നല്ല ചോറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിന്. അപ്പോൾ ചിക്കൻ എന്തായിന് നോക്കണ്ടേ. അപ്പോൾ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിന്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡും കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പുറത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ടില്ല അതിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് കറിച്ചപ്പല ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇങ്ങനെ കറിച്ചപ്പലയും പച്ചമുളകെല്ലാം ഇതിൽ എണ്ണക്ക് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് ഇപ്പോൾ നമ്മളെ ചോറും ചിക്കൻ ഫ്രൈയും റെഡിയായി. കറി എന്തെങ്കിലും ഇതിലേക്ക് കറി സാമ്പാറും ചോറും ചിക്കൻ ഫ്രൈയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എല്ലാവരും പറഞ്ഞു കാസർഗോഡത്തെ പിസ്സൻ കേൾക്കാൻ നല്ല പാങ്ങുണ്ട്, കമൻറ്റിലെല്ലാം കേട്ടിന്. എന്നെ കൊണ്ടാണ് ഞാൻ കാസർഗോഡ് ഭാഷയിൽ തന്നെ മുണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണം. ഇപ്പോൾ 6K ആയിട്ടുണ്ട്, 7K ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണം. ബായ്, അസ്സലാമു അലൈക്കും.